ദയയില്ലാത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്കയോട് കംനായി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധസമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഇറാനിൽ വലിയ സങ്കീർണമായിട്ട് നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സൈന്യം തെരുവിലിറങ്ങിയിരിക്കുന്നു. പ്രക്ഷോഭകാരികളെ വെടിവെക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഏകദേശം 538 മരണം സ്ഥിരീകരിച്ചു എന്ന് പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് 600-ലധികം മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 100ഓളം സൈനികർ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നിട്ടുണ്ട്. സ്ഥിരീകരിച്ചിട്ടില്ല. സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് എന്നുള്ളതാണ്. ഈ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകളെല്ലാം വിച്ഛേദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈവായിരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നില്ല. അതും അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. എന്നാൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കിനോട് അയാളുടെ കൈവശത്തിലുള്ള സ്റ്റാർലൈൻ്റെ കണക്ഷൻ ഇറാനിൽ അനുവദിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അപേക്ഷിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. എന്നാൽ ഇത് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതും, അങ്ങനെ സ്റ്റാർലൈൻ കണക്ഷൻ ഇവിടെ ഇറാനിൽ നൽകുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോ പെർമിഷനോ ഇല്ലാത്ത രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സാങ്കേതിക വിഷയം നിലനിൽക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ തെളിഞ്ഞ ഒരു പിന്തുണ ഇപ്പോഴും അമേരിക്ക നൽകിയിട്ടില്ല. എന്നാൽ ചില മീഡിയകളുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, രാത്രി ആക്രമിക്കും, അങ്ങനെ ആ രൂപത്തിലൊക്കെ കാര്യങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു. ഒറ്റപ്പെട്ടാണെങ്കിലും രാജ്യത്തിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഗവൺമെൻറ് നൽകുന്നുണ്ട് എന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു. അത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. രാജ്യം ഞങ്ങളുടെ കീഴിൽ തന്നെയാണ്, അതായത് ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിലും സംവിധാനത്തിലും തന്നെയാണ് ഇറാൻ രാജ്യം നിലനിൽക്കുന്നത്. അതിൽ അഭിപ്രായ ഭിന്നതകളോ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. സൈന്യവും അർദ്ധസൈന്യവും അതോടൊപ്പം തന്നെ പേഴ്സണൽ ട്രൂപ്പും അടക്കമുള്ള ഒരു വലിയ സൈനിക സംവിധാനം ഗവൺമെൻറ് തലത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ മറ്റൊരു രീതി പറയുന്നത്, പ്രക്ഷോഭകാരികൾ തെരുവിലിറങ്ങുന്ന സമയത്ത് സർക്കാരിന് പിന്തുണ നൽകുന്ന സർക്കാരിന് പിന്തുണ നൽകുന്ന വിഭാഗങ്ങളുടെയും സമരം നടക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമാണ് എന്നാണ് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. അതിൻ്റെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: ഇറാൻ്റെ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ തകർച്ച പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു. അതിപ്പോഴൊന്നല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു രീതികളാണ് ഇവർ പറയുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ അമേരിക്ക ആക്രമിച്ചാൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഉണ്ടാവുന്ന ഒരു സാഹചര്യങ്ങൾ ഇറാൻ്റെ ഭൂമിയിൽ ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടി ഭയാനകരമായിരിക്കും എന്ന ഒരു മുന്നറിയിപ്പ് ആയത്തുള്ള അലി ഖംനായുടെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നു. അഥവാ സൈന്യം ഏകോപിച്ചിരിക്കുന്നു എന്നുള്ളതും ഖംനായുടെ നേതൃത്വത്തിലുള്ള ഈ തീരുമാനങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള മുന്നേറ്റം നടത്താനുള്ള സംവിധാന ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നാശങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ, അതായത് ഈ ഇറാൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിശക്തമായിരിക്കുന്ന ഇടപെടലുകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് ഇറാൻ്റെ പക്ഷം. ഇറാൻ ആ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. അഥവാ അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക മേഖലകളും സൈനിക എയർബേസുകളും താവളങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകാൻ വേണ്ടി സൈനികർക്ക് ഇറാൻ്റെ ആത്മീയ നേതാവ് മുന്നറിയിപ്പ് നൽകി, അല്ലെങ്കിൽ നിർദ്ദേശം നൽകി എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് രാജ്യത്തുള്ള പ്രക്ഷോഭകാരികളെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൈനികമായിരിക്കുന്ന, അതായത് സൈന്യത്തെ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. പ്രക്ഷോഭകാരികളെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു സൈനിക പട പുതിയൊരു സംവിധാനത്തോടു കൂടി ഇപ്പോൾ രാജ്യത്തിന് പരമാവധി ചുറ്റുഭാഗത്തും നിലയുറപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം ചില വിഭാഗത്തിനുള്ള
നിർദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യത്തിന് പുറത്തുള്ള ശത്രു വിഭാഗത്തിൻ്റെ ആക്രമണങ്ങൾ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പ്രത്യേകമായ രീതിയിൽ ഈ സൈനിക മേധാവികളുടെ അനുവാദമില്ലാതെ തന്നെ അവർക്ക് സ്വന്തമായ രീതിയിൽ ഉത്തരവ് നൽകാവുന്ന തരത്തിലാണ് ഇപ്പം സംവിധാനങ്ങളെല്ലാം സൈനികരെയൊക്കെ ക്രോഡീകരിച്ചിരിക്കുന്നത്. അഥവാ ഈ അമേരിക്കയുടെ ഭാഗത്ത് ഒരു ആക്രമണം ഉണ്ടായാൽ അപ്പം തന്നെ തിരിച്ചടി നൽകുക എന്നുള്ളതാണ്, അതിന് വൈകിപ്പിക്കരുത് എന്നുള്ളതാണ്. അത് അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഇറാഖിൻ്റെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെയും വെറുതെ വിടില്ല എന്നുള്ളതാണ്. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതും നിമിഷ നേരം കൊണ്ട് ആക്രമിക്കാവുന്ന തരത്തിൽ ഇസ്രായേലിന് വേറെയും അതോടൊപ്പം തന്നെ മറ്റുള്ള സൈനിക ബേസിന് വേറെയുമുള്ള സംവിധാന കാര്യങ്ങളാണ്. അതായത് മാരകമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പ് ഇറാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം. ഒരു പേഴ്സണൽ ട്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ്: സൈനിക മേധാവികൾക്കും രാജ്യത്തിലെ ഭരണാധികാരികൾക്കും സുപ്രീം ലീഡറായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിക്കും അടക്കം സുരക്ഷ ഒരുക്കാൻ വേണ്ടി മാത്രം ഒരു വിങ്, ഒരു വിഭാഗം. ഇതിനു മുൻപ് ഇറാനിൽ വെച്ചുകൊണ്ട് ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള അഴിച്ചുപണി സൈനിക മേധാവികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ മേധാവികൾക്കിടയിലുള്ള അഴിച്ചുപണിയോടനുബന്ധിച്ച് ശുദ്ധീകരിക്കപ്പെട്ട ഒരു സൈനിക സംവിധാനമാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഏകാഭിപ്രായവും ഏക സമീപനവും ഈ മേഖലയിൽ നിന്ന് സൈനികരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഡിവൈഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഒരു സൈനിക വിഭാഗം മറ്റൊരു സൈനിക വിഭാഗവും തമ്മിൽ ബന്ധമില്ലാത്ത രീതിയിലാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ പ്രക്ഷോഭകാരികളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ അകത്തേക്ക് ആക്രമണം നടത്തിയാൽ അവർ പ്രതിരോധിക്കണമെന്നില്ല, മറ്റു വിഭാഗമാണ് പ്രതിരോധിക്കുന്നത്. രാജ്യത്തിൻ്റെ അകത്ത് ഇപ്പം വലിയ രീതിയിലുള്ള ആയുധ ആക്രമണങ്ങൾ, അതായത് ഇപ്പോൾ പറയുന്നത് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഇവരുടെ പ്രക്ഷോഭകാരികളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് സൂചന നൽകിയിരുന്നു. പക്ഷേ അമേരിക്ക അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രക്ഷോഭകാരികൾക്കിടയിൽ അമേരിക്ക ആയുധം നൽകിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു എന്നാണ് അന്നത്തെ പരാമർശം. ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം പറയുന്ന സമയത്ത് 100ഓളം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൈവശത്തിൽ ആയുധങ്ങളുണ്ട്. അതായത് തോക്കും കൊണ്ട് വെടിവെപ്പ് നടത്തുന്ന രീതിയിലാണോ എന്ന് സംശയിക്കപ്പെടുന്നു. കൃത്യമായിരിക്കുന്ന ഒരു ലൈവ് അയക്കുന്ന റിപ്പോർട്ട് ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും പുറത്തു വരുന്നില്ല. ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർലൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അതൊന്നും യാഥാർത്ഥ്യമായ രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് ചുരുക്കം. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിന്ന് പുറത്തു നൽകുന്ന റിപ്പോർട്ടിനപ്പുറം പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളൊന്നും ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടും അവരുടെ ഈ എയർപോർട്ട്, സീപോർട്ട് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും സൈനിക മേഖല ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും സുരക്ഷാ കവചങ്ങൾ ഒരുക്കിയിരിക്കുന്നു, പൊതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായാൽ ആ ആക്രമണത്തിനിടയിലൂടെ ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സാധാരണഗതിയിൽ അങ്ങനെ പാതി ഇരുന്ന് ആക്രമിക്കുന്ന കുറുക്കൻ്റെ സ്വഭാവമാണ് പല ഘട്ടത്തിലും ഇസ്രായേൽ ഉണ്ടാവുക. അതുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്നറിയോ? ഈ ഒരു പ്രവൃത്തിയിലൂടെ ആക്രമണം നടത്തും. അതിന് വലിയ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇസ്രായേൽ ആക്രമിച്ചാൽ ഇസ്രായേലിനെതിരെ തിരിച്ചടി, അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കക്കെതിരെ തിരിച്ചടി. ഇവിടെ പ്രശ്നം വരുന്നത് നേരിട്ട് കൊണ്ട് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയില്ല. അതിന് അമേരിക്കയുടെ എയർബേസുകൾ അവർ ഉപയോഗിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇറാഖിൽ അമേരിക്കയുടെ എയർബേസ് ഉണ്ട്, ഇറാഖിൻ്റെ അതിർത്തിയാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. അസർബൈജാനിൽ ഇറാൻ്റെ അതിർത്തിയാണ്, അവിടെ അമേരിക്കയുടെ എയർബേസ് ഉണ്ട്, അവിടെ നിന്ന് ആക്രമിക്കാൻ സാധിക്കും. ഇനി ഗൾഫ് മേഖലയിൽ പരമാവധി മേഖലയിലൊക്കെ അമേരിക്കയ്ക്ക് എയർബേസ് ഉണ്ട്, അവിടെ നിന്നും ആക്രമിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലാണോ അമേരിക്കയാണോ ആക്രമിച്ചത് എന്ന് തിരിച്ചറിയാൻ ഒരു പക്ഷേ പെട്ടെന്ന് സാധിച്ചുകൊള്ളണമെന്നില്ല. അതിന് ഇറാൻ പറയുന്ന മറുപടി, ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ അതിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്ന രീതി പ്രകാരം പറയുമ്പോൾ രണ്ട് രാജ്യത്തെയും നേരിട്ട് ആക്രമിക്കുന്ന സംവിധാനം. അതായത് അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ മാത്രമല്ല അതോടൊപ്പം തന്നെ ഇസ്രായേലിനും സംയുക്തമായ രീതിയിൽ ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഏത് തരത്തിൽ എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. മാരകമായിരിക്കുന്ന ആക്രമണം ഉണ്ടാവുമെന്നുള്ളതും
അത് ദയയില്ലാത്ത ആക്രമണമായിരിക്കും എന്ന് പറയുന്ന സമയത്ത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ജനനിബിഡമായിരിക്കുന്ന പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു. അങ്ങനെ ആവുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആൾനാശം ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഈ ഒരു ഭയം യഥാർത്ഥത്തിൽ ഇസ്രായേലിനുമുണ്ട്. കാര്യം ഇസ്രായേലിനെ ആക്രമിക്കുക എന്നത് വളരെ എളുപ്പമാണ് എന്ന് ഇറാൻ തെളിയിച്ച കാര്യമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണത്തിന് സാധ്യത ഉണ്ട് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്.